AICC അധ്യക്ഷനായിട്ട് കസേരയിൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല, പ്രവർത്തകർ ₹1 വില പോലും തരുന്നില്ല എന്ന് വൈകിയാണെങ്കിലും AICCയുടെ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ മനസ്സിലാക്കി. കർണാടകയിൽ, അതായത് ബംഗളൂരിൽ ഒരു കോൺഗ്രസിന്റെ സങ്കല്പ യോഗം എന്ന ഒരു പരിപാടി, ആ പരിപാടിയിൽ എത്തിയപ്പോഴാണ് മല്ലികാർജുന ഖാർഗെക്ക് ആ സത്യം മനസ്സിലായത്. മല്ലികാർജുന ഖാർഗെക്ക് കുറച്ച് വിലയെങ്കിലും സ്വന്തം ഡൽഹിയിലുള്ള രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ KC വേണുഗോപാലോ ഒന്നും മല്ലികാർജുന ഖാർഗെ ഒരു വില പോലും നൽകുന്നില്ല എങ്കിലും ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് ഒരു കോൺഗ്രസ് നേതാക്കൾ സ്വന്തമായിട്ട് കുറച്ച് വിലയെങ്കിലും മല്ലികാർജുന ഖാർഗെക്ക് തരും എന്ന് കരുതി. അതുകൊണ്ടാണ് സംസാരിക്കാനായിട്ടൊന്ന് മൈക്കിന്റെ അടുത്ത് എത്തിയപ്പോൾ മല്ലികാർജുന ഖാർഗെക്ക് ജയ് എന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കും, ഒരു മുദ്രാവാക്യം മല്ലികാർജുന ഖാർഗെ അനുകൂലിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഒരു മുദ്രാവാക്യം വിളിക്കുമെന്ന് അദ്ദേഹം ഒന്ന് പ്രത്യാശിച്ചു. പക്ഷേ നടന്നത് മറച്ചായിരുന്നു. അതായത് പ്രവർത്തകർ ഒന്നടക്കം DK ശിവകുമാറിന് അനുകൂലമായ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതോടെ കലിപൂണ്ട, അരുഷം പൂണ്ട AICC അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ സ്വന്തം പ്രവർത്തകരെ പരസ്യമായി ശാസിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുമാത്രമല്ല, കോൺഗ്രസ് നേതാക്കളിലെ പ്രവർത്തകർ വെറും പാഴ് ജന്മമാണ്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ വെറും പാഴ്ക്കളാണ് എന്ന് മല്ലികാർജുന ഖാർഗെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, അതായത് മല്ലികാർജുന ഖാർഗെ കർണാടകയിലെ കോൺഗ്രസ് പ്രവർത്തകരെ ഒന്നടക്കം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. ആ പ്രതികരണം പാർട്ടി വൃത്തങ്ങളിലും രാഷ്ട്രീയ രംഗത്തും വലിയൊരു പൊട്ടിത്തെറിയിലേക്കും ഒരു ചർച്ചാ വിഷയത്തിലേക്കും മാറിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, കുറച്ച് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ കർണാടകയിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കാറ്റിന് ഒരു മാറ്റം വന്നത്, ഒരു രാഷ്ട്രീയ കാറ്റ് വീശിയത്. അതായത് 2.5 വർഷം സിദ്ധരാമയ്യ ഭരിക്കും, അതിനുശേഷം DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു ഉടമ്പടി പ്രകാരമാണ് കർണാടകയിൽ സിദ്ധരാമയ്യ ആദ്യം ഭരിക്കാൻ തുടങ്ങിയത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. അതിനുശേഷം ഞാൻ കസേര വിട്ടുതരില്ല എന്ന വാശിയിൽ സിദ്ധരാമയ്യ എത്തിയതോടുകൂടിയാണ് DK ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന നേതാക്കന്മാർ എല്ലാവരും കൂടെ ഡൽഹിയിലെത്തി AICC അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നു, രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അവസാനം ഒരു തരത്തിലും DK ശിവകുമാറിനെ അവിടെ മുഖ്യമന്ത്രിയാക്കണ്ട എന്നൊരു താല്പര്യം രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ മല്ലികാർജുന ഖാർഗെക്കോ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ടേം വ്യവസ്ഥ പറഞ്ഞു, ഒരു വാക്ക് പാലിച്ചു, ഇല്ലെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്ന് DK ശിവകുമാർ ഒരു ഭീഷണി മുഴക്കിയതോട് കൂടിയാണ് അവസാനം മല്ലികാർജുന ഖാർഗെ ഒരു നിലപാടെടുത്ത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു നിലപാടെടുത്തത്, സിദ്ധരാമയ്യ മാറി നിൽക്കുക, സിദ്ധരാമയ്യക്ക് വല്ല MP സ്ഥാനവും തരാം, DK ശിവകുമാറിനെ അവിടെ മുഖ്യമന്ത്രിയാക്കൂ എന്ന്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതിന്റെ അടുത്ത ദിവസമാണ് ഇപ്പോൾ DK ശിവകുമാറിന്, മല്ലികാർജുന ഖാർഗെയുടെ മുന്നിൽ വെച്ച് തന്നെ DK ശിവകുമാറിന് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ചത്. അതിലാണ് DKക്ക് വലിയ രീതിയിലുള്ള ഒരു അരിശമുണ്ടായത്. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സങ്കല്പ സമാവേശത്തിനിടെയാണ് സംഭവം ഉണ്ടായത്. പരിപാടിയിൽ DK ശിവകുമാറിനെ പിന്തുണച്ച് ചില പ്രവർത്തകർ തുടർച്ചയായി മുദ്രാവാക്യങ്ങൾ വിളിച്ചതാണ് ഖാർഗെ പ്രകോപിപ്പിച്ചത്. വേദിയിൽ പ്രസംഗം നടക്കുന്നതിനിടെ DK എന്ന് ഉയർന്ന മുദ്രാവാക്യങ്ങൾ ഒരു ഭാഗത്തെ വ്യക്തമായി അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഇടപെട്ട ഖാർഗെ പാർട്ടി വേദിക്ക് വ്യക്തിപൂജയ്ക്കുള്ള വേദിയല്ലെന്നും അച്ചടക്കം പാലിക്കണമെന്നും കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ഇവിടെ കൂവുന്നത് കൊണ്ട് എന്ത് നേടാനാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളും അദ്ദേഹം നടത്തിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവം നിയന്ത്രിക്കാൻ അവസാനം DK ശിവകുമാർ തന്നെ ഇടപെട്ട് പ്രവർത്തകരോട് ശാന്തമാകാൻ അഭ്യർത്ഥിക്കേണ്ടി വന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇത് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ നേതൃത്വ പാഠത്തിലേക്കുള്ള ഒരു അസ്വസ്ഥതയും വീണ്ടും പുറത്തു കൊണ്ടുവരികയാണ്. ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച ഖാർഗെയുടെ ആ ഒരു വീഡിയോ, അതായത് യൂസ്ലെസ് ഫെല്ലോ എന്ന ആ രീതിയിലുള്ള പരാമർശം വലിയ രീതിയിൽ വ്യക്തമായി തന്നെ വീഡിയോയിൽ കേൾക്കാം. അത് കർണാടക രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പ്രവർത്തകർ ഒന്നടക്കം ഒരു അസ്വസ്ഥ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. പാർട്ടി അച്ചടക്കത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കടുത്ത വാക്കുകൾ കൊണ്ട് സ്വന്തം പ്രവർത്തകരെ പരസ്യമായി അപമാനിച്ചു എന്ന വിമർശനവും ഉയരുന്നുണ്ട്. കർണാടക കോൺഗ്രസിനകത്ത് സിദ്ധരാമയ്യ ശിവകുമാർ വിഭാഗങ്ങൾക്കിടയിലെ അധികാര പോരാട്ടം തുടരുന്നതിനിടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് പാർട്ടിയിലെ ആഭ്യന്തര ഗ്രൂപ്പിസത്തിന് ഒരു തെളിവാണെന്നും ആ ഒരു വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ നടത്തുന്നത്. യോഗത്തിലുണ്ടായ ഈ അച്ചടക്കവാദം കോൺഗ്രസിന്റെ സംഘടനാ ശൈലിയെയും നേതൃത്വ നിയന്ത്രണ ശൈലിയെയും വലിയ രീതിയിൽ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ്. പൊതുവേദിയിൽ നോക്കുമ്പോൾ സ്വന്തം പ്രവർത്തകരെ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ രൂക്ഷമായി വിമർശിക്കേണ്ടി വരുന്നത് പാർട്ടി നേതൃത്വത്തെ തന്നെ തിരിച്ചടിയായി മാറുന്നുണ്ട്. പുറത്തേക്ക് ഐക്യത്തിന്റെ സന്ദേശം നൽകാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനകത്ത് ഭിന്നതകൾ കൂടുതൽ ശക്തമാണ് എന്ന സൂചനയും ഈ സംഭവം നൽകുകയാണ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ രോക്ഷ പ്രണയത്തിന്റെ വീഡിയോ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്.
പാർട്ടിയെ നയിക്കാനാണോ അണികളെ നിയന്ത്രിക്കാനാണോ ഖാർഗെ ഇപ്പോൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്ന ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിൽ തന്നെ ഡി കെ എന്ന് ഒരു മുദ്രാവാക്യം വിളിച്ച് അല്ലെങ്കിൽ DK ശിവകുമാറിനെ വലിയ രീതിയിൽ അവർ പൊക്കിക്കൊണ്ടുവരുമ്പോൾ അത് മല്ലികാർജ്ജുന ഖാർഗെക്ക് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തെളിവ് എന്ന് പറയുന്നത് മല്ലികാർജ്ജുന ഖാർഗെയെ കോൺഗ്രസിലുള്ള ഒരു നേതാക്കന്മാരും വില നൽകുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ AICC അധ്യക്ഷ സ്ഥാനം വിട്ട് പുറത്തേക്ക് പോകണം എന്നതിൻ്റെ ഒരു തെളിവാണ്, ആ ഒരു രോക്ഷമാണ് കർണാടകയിൽ കോൺഗ്രസ് പാർട്ടിയിലെ ജനങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകർ തന്നെ പ്രകടിപ്പിച്ചത്.